അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റ്സ് ഒക്കെ ഇതിന്റെ ഇടയിൽ മാനസികമായിട്ട് നീ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്നെ കൂടുതൽ കരയിപ്പിക്കരുത്. ആ ഒരു കമന്റ്സിനെ എങ്ങനെയാണ് തീർച്ചയായിട്ടും അത് പറഞ്ഞുതരാം. അതായത് ഈ സോഷ്യൽ മീഡിയ നമ്മളെ കളിയാക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതിനകത്ത്. അത് ഇത്ര കഷ്ടമായി പോയിട്ടോ, ഓൻ എത്ര വിഷമം ഉണ്ടാവൂലേ. പക്ഷെ ആ കളിയാക്കുന്നതിൽ കൂടെ അപ്പം ഗോപൻ സ്വാമിയുടെ നാമം പറഞ്ഞിട്ട് അവര് കാശുണ്ടാക്കുന്നു. ഗോപൻ സ്വാമിയുടെ നാമം പറഞ്ഞ ആ കളിയാക്കലിൽ കൂടെ ഗോപൻ സ്വാമിയിൽ നിന്നാണ് അവർക്ക് പണം സമ്പാദിക്കാൻ പറ്റുന്നത്. ഈ വിവരക്കാട് പറഞ്ഞൊക്കെ ഇച്ചിരി മര്യാദ വേണം ഇൻസ്പെക്ടറെ. അതാണ് എനിക്ക് പറയാനുള്ളൂ. അതിൽ നിന്ന് അവരും ജീവിക്കുകയാണ്. ഗോപൻ സ്വാമിയുടെ നാമം പറഞ്ഞ് അവരും ജീവിക്കുകയാണ്. ഇവന്റെ കോമഡി കണ്ട പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു, മിണ്ടരുത്. അതാണ് ഈ കളിയാക്കുന്നതിന്റെ പ്രത്യേകത. അവർക്ക് കളിയാക്കുന്നത് വരെ അറിയാവൂ. അവർക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഭാഗ്യം അവർക്ക് കിട്ടിയിട്ടില്ല. അവർക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു ആരാധനയും ഒരു ക്ഷേത്രവും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പിന്നെ അവരുടെ അച്ഛനും അവരെ പഠിപ്പിച്ചു കൊടുത്ത ഗുരുക്കന്മാർ, ആചാര്യ ഗുരുക്കന്മാർ, അവർക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കൊടുത്തില്ല. അവർക്ക് ആ കളിയാക്കുന്നത് വരെയുള്ള അറിവേ അവർക്ക് സമ്പാദിച്ചിട്ടുള്ളൂ. അവർ പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ പക്ഷെ അവർ എന്നിട്ടും ആ ഗോപൻ സ്വാമിയുടെ നാമം പറഞ്ഞാലാണ് അവർ വീണ്ടും കാശുണ്ടാക്കുന്നത്. എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.